ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർ വോൾട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം നിരവധി ആളുകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ചേട്ടാ ഞങ്ങളൊരു 10-15 വീഡിയോസ് ഇട്ട് കഴിഞ്ഞ ശേഷം നല്ല വ്യൂസ് ഉണ്ടായിരുന്നു, അതിനുശേഷം ഞങ്ങളിടുന്ന വീഡിയോയ്ക്കൊന്നും വ്യൂസ് വരുന്നില്ല, അല്ലെങ്കിൽ സബ്സ്ക്രൈബർ യൂട്യൂബ് ചാനലിന് വരുന്നില്ല എന്ന് പറഞ്ഞ് നിരവധി കമൻസുകളാണ് നമുക്ക് യൂട്യൂബ് ചാനലിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചുള്ള സെർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയണം എനിക്കെന്ന് തോന്നി. കാരണം ഞാൻ ഈ ഒരു 10 വീഡിയോ, അതായത് എന്നോടൊരു 8-10 സബ്സ്ക്രൈബേഴ്സ് നിരന്തരം ഈ ക്വസ്റ്റ്യൻസും പറഞ്ഞ് അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് എനിക്ക് അയച്ചു തന്ന് ഒന്ന് ചെക്ക് ചെയ്യോ എന്ന് ചോദിച്ച് നിരവധി ദിവസമായി എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരുടെ യൂട്യൂബ് ചാനൽ കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അവരുടെ 10 വീഡിയോയിലും അവർ ചെയ്ത കുറച്ച് അബദ്ധങ്ങളുണ്ട്. ഈ ഒരു അബദ്ധങ്ങൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഷോർട്സിനും അതുപോലെ ലോങ് വീഡിയോസിനും എങ്ങനെ വ്യൂസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു വ്യൂസ് നമ്മുടെ യൂട്യൂബ് ചാനലിന് കൊണ്ടുവരാം എന്നുള്ള ഒരു കിടിലൻ ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിരവധി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാക്കുന്ന അടിപൊളി വീഡിയോസാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ യൂട്യൂബ് ചാനൽ ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സും യൂട്യൂബ് ലോങ് വീഡിയോസും ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ്, അല്ലെങ്കിൽ ഏറ്റവും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലിന് അല്ലെങ്കിൽ വീഡിയോസിന് വ്യൂസ് ഇല്ല എന്നുള്ളത്. നിങ്ങൾ ആദ്യമൊക്കെ ഇടുന്ന വീഡിയോസിന് നല്ല വ്യൂസ് വരുന്നുണ്ടെങ്കിലും പിന്നീടുള്ള സമയങ്ങളിൽ നിങ്ങളുടെ വ്യൂസ് താഴ്ത്തോട്ട് വന്ന് അതൊരു 5-10 വ്യൂസിലേക്ക് എത്തുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വ്യൂസ് കുറയുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ അത് ഞാൻ നിങ്ങളുടെ ഈ ഫോണിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം യൂട്യൂബ് സ്റ്റുഡിയോയുടെ ആപ്ലിക്കേഷനിലൂടെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് സൈഡിൽ പ്ലേസ് ചെയ്യാം. എന്ത് കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് സ്റ്റുഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അനലിറ്റിക്സ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഓഡിയൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓഡിയൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ഏജ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരിക്കും എന്തായിരിക്കും ഈ ഓഡിയൻസ്, ഏജ് എന്ന് പറയുന്ന ഈ സെക്ഷൻ എന്താണ് കാണിക്കുന്നതെന്ന്. നിങ്ങൾ ഇടുന്ന വീഡിയോസ് ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആളുകളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ഒരു ഗെയിം വീഡിയോ ആണ്, അല്ലെങ്കിൽ ഒരു മ്യൂസിക് വീഡിയോ ആണ്, ഒരു ഡാൻസ് വീഡിയോ ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അത് കാണുന്ന ആളുകളുടെ, അതായത് ഒരു 100 ആളുകൾ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ 100 ആളുകളിൽ ഏത് ഏജ് കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് ആ വീഡിയോ കണ്ടത് എന്ന് നമുക്ക് അറിയാനായിട്ട് നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് ആദ്യം നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അനലിറ്റിക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അതിൽ ടോപ്പിലായിട്ട് ഓഡിയൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ആ ഓഡിയൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ താഴെയായിട്ട് ഏജ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം നമ്മുടെ വീഡിയോ ടാർഗറ്റ് ചെയ്യുന്ന ഏജ് കാറ്റഗറി, അതായത് എത്ര ഏജ് തൊട്ട് എത്ര ഏജ് വരെ ഉള്ളവരാണ് നമ്മുടെ വീഡിയോ കാണുന്നതെന്ന് നമുക്ക് 100% നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ, ഇപ്പോൾ എൻ്റെ വീഡിയോ ഏജ് കാറ്റഗറി, ഏത് ഏജ് കാറ്റഗറിയിൽപ്പെട്ട ആളുകളിലേക്കാണ് ചെല്ലുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 25-34 റേഞ്ച് ഏജ് കാറ്റഗറിയിൽപ്പെട്ട ആളുകളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു 10 വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഇതുപോലെ അനലിറ്റിക്സ് എടുത്ത് ഓഡിയൻസിൽ ഏജ് കാറ്റഗറി നോക്കുമ്പോൾ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും അത് ചെന്നെത്തുന്ന, അല്ലെങ്കിൽ അത് കാണുന്ന വ്യൂവേഴ്സിൻ്റെ ഏജ് കാറ്റഗറി കണ്ടുപിടിക്കുക. ഏജ് കാറ്റഗറി കണ്ടുപിടിച്ചതിന് ശേഷം ആ ഏജ് കാറ്റഗറിയിൽ പെട്ട ആളുകൾക്ക് ഇൻട്രസ്റ്റ് ആകുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക.
ഇങ്ങനെ ഏജ് കാറ്റഗറിയിൽപ്പെട്ട നിങ്ങളുടെ ചാനൽ വീഡിയോസ് ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിൻ്റെ ഏജ് കാറ്റഗറിക്ക് അനുസരിച്ചുള്ള അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലേക്ക് നല്ല വ്യൂസും സബ്സ്ക്രൈബറും കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വളരെ അടിപൊളി ട്രിക്ക് എന്ന് തന്നെ പറയാം. അതായത് നമുക്ക് ഈസി ആയിട്ട് അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന വ്യൂവേഴ്സിൻ്റെ ഏജ് കാറ്റഗറിയിൽ അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നുന്ന, അതായത് ഇപ്പോൾ ഒരു 25 to 35 റേഞ്ച് ഏജ് ഉള്ള ആളുകൾക്ക് എന്ത് കാര്യങ്ങളോടാണോ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവർക്ക് കാണാൻ ആഗ്രഹമുള്ള ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായിരിക്കും നിങ്ങൾ പറഞ്ഞത് ആദ്യത്തെ 10 വീഡിയോസിന് വ്യൂസ് ഉണ്ടായിരുന്നു, പിന്നീട് വരുന്ന വീഡിയോയ്ക്കൊന്നും വ്യൂസ് ഇല്ല എന്ന് പറയുന്നത്. കാരണം ആദ്യത്തെ 10 വീഡിയോസ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ, അതായത് നിങ്ങളുടെ സബ്സ്ക്രൈബറിൻ്റെ ഏജ് കാറ്റഗറിയിൽപ്പെട്ട അതേ വീഡിയോ ആയിരുന്നു. 10 വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾ ഇടുന്ന ഒരു വീഡിയോയും അവരുടെ ഏജ് കാറ്റഗറിയിൽപ്പെട്ട അല്ലെങ്കിൽ 25 to 35 റേഞ്ച് ഏജ് കാറ്റഗറിയിൽപ്പെട്ട ആർക്കും ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് വ്യൂസ് വരാത്തത്. അപ്പോൾ ഇന്നത്തെ ഈ പറഞ്ഞു തന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താതെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഏജ് കാറ്റഗറി നിങ്ങൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് സബ്സ്ക്രൈബറും, അതായത് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയുടെ വ്യൂവർ ആളുകളുടെ ഏജ് കാറ്റഗറി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നു, അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അതിനുശേഷം നിങ്ങൾ കണ്ടുപിടിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് വരുന്ന വ്യൂവേഴ്സ് അത് മെയിലാണോ ഫീമെയിലാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു ട്രാവൽ വീഡിയോ ആണ്, അല്ലെങ്കിൽ ഒരു ഫാഷൻ അല്ലെങ്കിൽ ബ്യൂട്ടി ചാനലാണെങ്കിൽ, ഒരു ബ്യൂട്ടി ടിപ്പൊക്കെ പറയുന്ന ഒരു ചാനലാണ്, അല്ലെങ്കിൽ ഒരു ട്യൂട്ടോറിയൽ ചാനലാണ്, ഇങ്ങനെയുള്ള ചാനലിലേക്ക് ഏറ്റവും കൂടുതൽ വരുന്ന വ്യൂവേഴ്സ് അത് മെയിലാണോ ഫീമെയിൽ കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഏജിൻ്റെ തൊട്ട് താഴെ ജെൻഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് നോക്കിയാൽ കാണാം മെയിൽ, ഫീമെയിൽ, യൂസർ സ്പെസിഫൈഡ് എന്ന് പറയുന്ന 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ചാനലിലേക്ക് വരുന്ന വ്യൂവേഴ്സ് ജെൻഡർ, അതായത് വ്യൂവേഴ്സിൻ്റെ ജെൻഡർ എന്ന് പറയുന്നത് മെയിലാണ്, സെക്കൻഡ് വരുന്നത് ഫീമെയിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം മെയിൽ എന്ന് പറയുന്ന ജെൻഡറിലുള്ള ആളുകളാണ് നമ്മുടെ വീഡിയോസ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് ഇൻട്രസ്റ്റ് ആവുന്ന രീതിയിലുള്ള വീഡിയോസ് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. അവർക്ക് കുറച്ചും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ. എന്നാൽ ഫീമെയിൽ കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ നമ്മൾ ഒഴിവാക്കാനല്ല പറയുന്നത്, കുറച്ചും കൂടെ ടാർഗറ്റ് ചെയ്യേണ്ടത് നമുക്ക് മെയിൽ കാറ്റഗറിയിൽപ്പെട്ട ആളുകളെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു 10 വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം വ്യൂസ് കുറയുകയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് അനലിറ്റിക്സ് എടുത്ത് ഓഡിയൻസ് എടുത്ത് നിങ്ങളുടെ ഏജ് കാറ്റഗറി, അതായത് നിങ്ങളുടെ വ്യൂവേഴ്സിൻ്റെ ഏജ് കാറ്റഗറി ഫൈൻഡ് ചെയ്യുക. ഏത് ഏജ് കാറ്റഗറിയിൽപ്പെട്ട അല്ലെങ്കിൽ ഏത് ജെൻഡറിൽപ്പെട്ട ആളുകളാണ്, മെയിലാണോ ഫീമെയിലാണോ എന്നും ആ കാര്യം കൂടെ നിങ്ങൾ ഫൈൻഡ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ അവർക്ക് ഇൻട്രസ്റ്റ് ആകുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഷോർട്സിനും അതുപോലെ ലോങ് വീഡിയോസിനും നല്ല രീതിയിൽ വ്യൂസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ ഗ്രോത്ത് ചെയ്യാൻ പറ്റുന്ന വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ട്രിക്കും അല്ലെങ്കിൽ ഒരു നല്ലൊരു ടിപ്പുമാണിത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് യൂസ് ചെയ്തുകൊണ്ട് ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് 100% ഞാൻ ഉറപ്പ് പറയുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നേ വരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.